ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു മുന്തിരി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു വെറൈറ്റി മുന്തിരി ജ്യൂസാണ്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ മുന്തിരിയാണ്. ഇച്ചിരി നല്ല മധുരമുള്ള സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ മുന്തിരിയുടെ മേളിൽ വെള്ളം നിൽക്കാൻ പാത്രം ഒഴിക്കണം. നിങ്ങൾ എത്ര മുന്തിരിയാണ് എടുക്കുന്നത് അതിൻ്റെ മേളിൽ. പിന്നെ അതിനകത്തേക്ക് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം അതൊന്ന് നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കണം. മുന്തിരി നന്നായിട്ട് വേവിക്കണം. ഈ മുന്തിരി വെന്ത് കഴിയുമ്പം അതിങ്ങനെ മേളിലേക്ക് പൊങ്ങി വരും. കണ്ടോ, അത് പൊട്ടി മേളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് തണുപ്പിക്കാൻ വയ്ക്കുക. തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പൊട്ടിയ മുന്തിരി എങ്ങനെയാണ് ഇരിക്കുന്നത്. ആ വെള്ളം നല്ല കളറായിട്ടുണ്ട്. ഈ തണുത്ത് കഴിഞ്ഞ് ഇതൊരു ജ്യൂസറിൽ, നിങ്ങളുടെ കയ്യിൽ മിക്സി ആണെങ്കിൽ മിക്സിയിൽ അതിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ മുന്തിരി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അത് വേവിക്കാനായിട്ട്. അപ്പോൾ ഞാനെടുത്ത മുന്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം ഉപ്പിലും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെച്ച് എന്നിട്ടെടുത്ത മുന്തിരിയാണത്. എന്നുവെച്ചാൽ അതിനകത്തുള്ള അഴുക്കും നമുക്കറിയാലോ, മൊത്തം കെമിക്കൽസൊക്കെയാണ്, അത് പോകാൻ വേണ്ടിയിട്ട് എടുത്ത മുന്തിരിയാണത്. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മുന്തിരിയാണ്. അത് ഞാൻ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ജ്യൂസറിലിട്ട് അരച്ച മുന്തിരി ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ മുന്തിരി തിളപ്പിച്ച വെള്ളം ഉണ്ടാകും, അത് നിങ്ങൾ കളയണ്ട. അതിനകത്തേക്ക് നമുക്ക് ഈ അരിച്ചൊഴിക്കാം. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ സത്തൊക്കെ അതിനകത്താണുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒരു നാരങ്ങ ചേർക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുന്തിരി ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു 1/2 നാരങ്ങ ചേർത്താൽ മതി. അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം വെച്ചാൽ മതി, നന്നായിട്ട് തണുക്കും. എന്നിട്ട് അത് കഴിക്കാം. തണുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. 2 ദിവസം വരെ നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുന്തിരി ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരെയും മുന്തിരി ജ്യൂസ് ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.